പ്രിയപ്പെട്ടവർ, SSP എന്ന മുന്നേറ്റത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാം നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓൾഡ് ഈസ് ഗോൾഡ്. അതെന്ന് പറഞ്ഞാൽ പ്രായമുള്ള വ്യക്തിത്വങ്ങളെ, അവരുടെ ജീവിത വിജയങ്ങളെ പരസ്പരം ചർച്ചയിലൂടെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഓൾഡ് ഈസ് ഗോൾഡ്. അതിന് 2 എപ്പിസോഡ് നമ്മൾ പൂർത്തീകരിച്ചു. അത് എറണാകുളം മേഖലയിലുള്ള 2 വ്യക്തിത്വങ്ങളായിരുന്നു. അതുപോലെ തന്നെ പ്രായത്തിൽ മികച്ചവരെ നമ്മൾ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ ചെറുപ്പക്കാരായ ഒരുപാട് മിടുക്കരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന മിടുക്കരായ ആളുകളെ കൂടി കണ്ടെത്തുന്നുണ്ട്. അതിൻ്റെ പേരാണ് ടിങ്കിൾ സ്റ്റാർ എന്ന പ്രോഗ്രാം. അപ്പോൾ ഈ ടിങ്കിൾ സ്റ്റാർ എന്ന പ്രോഗ്രാമിൻ്റെ ആദ്യ എപ്പിസോഡ് SSP ഷൂട്ട് ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ കുരമ്പാല, പന്തളം മേഖല, അടൂർ മേഖലയ്ക്കിടയ്ക്കുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് കുരമ്പാല. ആ കുരമ്പാല ദേശത്ത് ഒരു കൃഷിക്കാരനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് വലിയ കൃഷിക്കാരനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വളരെ മെച്ചപ്പെട്ട നിലയിൽ പശുക്കളെ വളർത്തി മറ്റു രീതിയിലുള്ള കൃഷിയൊക്കെ ചെയ്ത് വിജയിച്ച ഒരാളാണ് എൻ്റെ അടുത്തിരിക്കുന്നത്, പ്രിയ അജിത് കുമാർ. അപ്പോൾ അജിത്തുമായിട്ട് ചേർന്ന് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. അജിത്ത്, ഈ കൃഷിയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? കാരണം ചെറുപ്പക്കാരൊക്കെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനൊരു ഇതിലേക്ക് എത്താനുള്ള കാരണം പാരമ്പര്യമാണ് അതിന് കാരണം. അച്ഛന്, അമ്മ, അപ്പൂപ്പന്, നമ്മുടെ വീട്ടുകാരെല്ലാവരും കാർഷിക മേഖലയിലുള്ളവരാണ്. അതിൻ്റെ കൂടെ അവരുടെ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടായിരിക്കും പശുവിനോട് പ്രത്യേകിച്ചൊരു കടം ഇത്. പശുവിനോട് ഭയങ്കര താല്പര്യം. പശുവിനോട് ജീവജാലങ്ങളോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ടാണ് നമ്മളിത് ചെയ്തത്. പിന്നെ അന്ന് മുതൽ ഒരു 9-10 പഠിക്കുന്ന സമയം മുതൽ നമുക്ക് പശുവിനെ കറക്കാനൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ പിന്നെ ഇതിങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. കുറേശ്ശെ ഇങ്ങനെ 1, 2, 3, 4 എന്നും പറഞ്ഞുകൊണ്ട് വരുന്നു. അല്ലാതെ ഒരുമിച്ച് പോയി ചെയ്തതല്ല. ഇപ്പോൾ എല്ലാം കൂടെ 12 പശുവും 6-8 കിടാക്കും. ഇത് ഒരു പശുവിൽ നിന്ന് തുടങ്ങിയതാണ്. എന്നാൽ 2-3 എണ്ണത്തിനെയൊക്കെ നിർത്തി പിന്നെ ചെറിയതായിട്ട് തുടങ്ങി. പിന്നെ 4-5 എണ്ണമായി. പിന്നെ ഒരു സമയത്ത് എനിക്ക് വയ്യാതെ വന്ന് കുറേ അങ്ങ് നിർത്തിപ്പോയിട്ട് വീണ്ടും ഇതേ രീതിയിൽ തന്നെ വന്നതാണ്. ചെറിയ രീതിയിലൊക്കെ എനിക്കിതിനെല്ലാം കൂടെ പോകാൻ സമയമില്ല. പിന്നെ അച്ഛനൊക്കെ നല്ലപോലെ കൃഷിയുണ്ട്. അച്ഛനൊരു കൃഷിക്കാരൻ. ഇപ്പോൾ 70-75 വയസ്സായാലും അച്ഛന് നല്ല കൃഷിയാണ്. അമ്മ, ഞാനും അമ്മയും കൂടെ ഇതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ അനിയൻ്റെ ഒരു കൊച്ചി ഇറക്കാനുണ്ട്. 10 വയസ്സേ ഉള്ളൂ. എൻ്റെ ഒരു 11 വയസ്സുള്ള ഒരു മോനുണ്ട്. ഇവർ 2 പേരും ഇവിടെ വന്നു കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അമ്മമാർ ഇതിൻ്റെ പുറകേ ഉണ്ട്. എനിക്ക് വലിയൊരു കാര്യമാണ്. എല്ലാവരും പറയും പിള്ളേരെല്ലാം അങ്ങനെ പോകണം ഇങ്ങനെ പോകണം, അതേ ചവിട്ടരുത് ഇതേ ചവിട്ടരുത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അഴുക്കാണെന്ന് പറയും. നമ്മൾ പക്ഷെ അതിനകത്ത് അങ്ങനെ ഒഴിവ് പറയത്തില്ല. അവര് എന്തെങ്കിലും ചെയ്യട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അത് പഠിക്കണം. അത് തന്നെ. അവര് ജീവിക്കുന്നത് മാത്രമല്ലല്ലോ, അവർക്ക് നാളെ ഒരു വേറെ അടുത്തോട്ട് പോയാലും അയ്യ എന്ന് പറയുന്നവര് വരരുത്. അവര് ചെയ്യട്ടെ. ചെയ്യരുതെന്ന് പറയത്തില്ല, അവര് ചെയ്യുന്നത് ചെയ്യട്ടെ. അപ്പോൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കണം പ്രിയപ്പെട്ടവരെ, ഈ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരൊക്കെ കൃഷിയിലേക്ക് വളരെ അധികം ആളുകൾ വരുന്നുണ്ട്, അല്ലേ? ഒരുപാട് പേര്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ്. അവർക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലി, ഒപ്പം തന്നെ അതിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ വെളിയിലൊക്കെ പോകണ്ടെന്നല്ല, വെളിയിലൊക്കെ പോകുന്നവർ സ്വന്തം നാട്ടിൽ എന്ത് ജോലി ചെയ്യാനുള്ള ഒരു മനോഭാവത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നതാണ് അജിത്ത് പഠിപ്പിക്കുന്നത്. അത് മനോഭാവം എല്ലാവർക്കും എന്നോട് ചോദിക്കും, നിനക്ക് വേറെ പണിയില്ലയോ, ശരീരമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ പ്രായത്തിലുള്ള എന്നെ കൂടെ പഠിച്ചവരൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അറിയത്തില്ല, ഞാൻ ഇപ്പോഴും എന്നും ഒരുപോലെ ഇരിക്കുകയെന്നാണ് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ചോദിക്കാൻ കാരണം നമ്മള് ഇതിന്റെ പുറകെ നടക്കുമ്പോൾ നമ്മൾ കഴിക്കുക എന്നുള്ളതല്ല, നമ്മളുടെ ജോലി അവർക്ക് ഒരുവിധം എങ്ങനെയും ഒക്കെ ഒപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. നമ്മൾ കഴിക്കാതിരിക്കുമൊന്നുമല്ല, എങ്കിലും ശരി അവരുടെ കാര്യം. ഈ ജോലിക്ക് നല്ലൊരു എഫേർട്ടോ നമ്മുടെ ആരോഗ്യം നല്ലപോലെ കളഞ്ഞെങ്കിലേ ഇത് നല്ലപോലെ നടക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞാൽ അവരെ നോക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് യാതൊരു വരുമാനവും ഉണ്ടാകത്തില്ല. അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇതേ ശരീരപ്രകൃതക്കാരാ. ഈ ഫാമിലി നല്ല സപ്പോർട്ട് അല്ലേ? ഫാമിലി നല്ല സപ്പോർട്ട്. എൻ്റെ ഫാമിലിയും എൻ്റെ വൈഫിൻ്റെ ഫാമിലിയും എല്ലാവരും ആദ്യം നമ്മളോട് പറയുമല്ലോ, വേറെ പണിയില്ല, നിങ്ങൾക്ക് വേറെ പണി എന്തെങ്കിലും പോരുതോ, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. കുടുംബം, മക്കളും, ഭാര്യ ഉണ്ട്, ഭാര്യയും 2 മക്കളും,
മോള് +2 പഠിക്കുന്നു, മോന് 6ാം ക്ലാസ്. നമ്മളിവിടെ തന്നെ പഠിക്കാനൊക്കെ അവർക്ക് കുഴപ്പമില്ല, അവർക്കും കൃഷിയോടൊക്കെ താല്പര്യമുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്, കുഴപ്പമില്ല. നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ അതിൻ്റെ താല്പര്യമുണ്ട്. പിന്നെ ഇനി നാളെ അങ്ങോട്ട് പോകുന്നിടത്തും എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. സന്തോഷം. കാരണം ഒരു പക്ഷേ അജിത്തൊക്കെ സത്യത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എത്രയോ പേർക്ക് മാതൃകയാണ്, ശരിയല്ലേ? അതൊരു വലിയ കാര്യം തന്നെ. കാരണം ചെയ്യണം, മറ്റുള്ളവരോട് ചെയ്യണമെന്നുള്ള. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ആന്ധ്രയിൽ നിന്നൊക്കെ അരി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തോ എടുത്ത് കഴിക്കും. ഈ പാലൊക്കെ തന്നെ നമ്മുടെ പശുക്കളെ വളർത്തിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പാല് കുടിക്കും? ഇതൊക്കെ നാല് എത്രയോ കൃത്രിമ പാലുകൾ വരുന്നു. മിൽമ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ഈ പാൽ വിപണി ഏറ്റവും നന്നായി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് എത്ര പാലുണ്ടെങ്കിലും മിൽമയില്ല. നമ്മൾ ചിലപ്പം എല്ലാവരും പറയും പാലിന് വില കുറവാ, അതല്ലെന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. എങ്കിലും ശരി, 100 ലിറ്റർ കൊണ്ടുപോയാലും ഈ 1000 ലിറ്റർ കൊണ്ടുവന്നാലും അവിടെ വേണ്ടാന്ന് പറയുന്നത് സംഭവമില്ലല്ലോ. അപ്പൊ നമുക്ക് ഉൽപാദനം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സ്ഥാപനമാണ് മിൽമ. അത് കൊണ്ടു കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ വെളിയിൽ നമ്മൾ മിൽമയെന്ന് പോലും അതിൻ്റെ ഭാഗത്തു നിന്ന് പോലും നമ്മുടെ വീട് വന്ന് പാല് മേടിക്കാൻ വരും. എന്താണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുചെല്ലുന്നത് അല്ല, വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വിറ്റഴിക്കാൻ ഒരു പാടുമില്ലാത്ത സാധനം. പിന്നെ തീറ്റ, ഇതിന് സാധനത്തിന് ഇതിനെയൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ചിലവാണ്. അത് യാതൊരു തർക്കവുമില്ല. അത് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. അത് ഇതിനകത്ത് നിന്ന് വേണം അഡ്ജസ്റ്റ് ചെയ്ത് അതിനും കൊടുക്കണം, അല്ല നമ്മൾ എടുക്കണം, അതിന് കൊടുക്കുകയും വേണം. പിന്നെ ഈ 1, 2 ഒക്കെ വളർത്തുന്ന ആൾക്കാർക്കായി കൂടുതലും നഷ്ടം എന്ന് പറയാം. അത് സ്വാഭാവികമാണ്. എന്താണെന്ന് വെച്ചാൽ അതിന് 1, 2 എണ്ണം എന്ന് പറയാൻ 3 മാസം 4 മാസം ആകുമ്പോഴേ കുറച്ച് കറവ് പറ്റാൻ തുടങ്ങും. അപ്പോൾ പിന്നെ അതിൻ്റെ കുട്ടിക്കും കൊടുക്കണം, അതിനും കൊടുക്കണം. പിന്നെ നമുക്ക് തിന്നാനുള്ളത്, നമുക്ക് നമുക്കൊരു ചിലവിനുള്ള പൈസ ചെറിയ 100 രൂപ പോലും കിട്ടാതെ വരും. അന്നേരം വിചാരിക്കൂടാ, എന്നാൽ പിന്നെ മറ്റുള്ള പണിക്ക് പോയി കഴിഞ്ഞാൽ 800 1000 കിട്ടുമല്ലോ, എന്നാൽ പിന്നെ ഇത് നഷ്ടമാണെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല. എണ്ണത്തിൽ കൂടുതൽ വരുമ്പം അതിൻ്റെ ഈ ഒരെണ്ണത്തിനകത്ത് നിന്ന് 100 കിട്ടിയാൽ ഒരെണ്ണത്തിനകത്ത് 200 ആയിരിക്കും, ചിലപ്പോൾ ഒരെണ്ണത്തിനകത്ത് 50 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴായിരിക്കും നമുക്കൊരു ഒരു പൈസ കിട്ടുന്നത്. അപ്പം എണ്ണത്തിൽ കൂടുമ്പോൾ എന്തായാലും അതുപോലെ ജോലി ചെയ്യാമെങ്കിൽ ഈ വെളിയിൽ പോയി 1 ലക്ഷം ഉണ്ടാക്കുന്നതിലും നമ്മുടെ നാട്ടിലെ 30,000 രൂപ ലാഭമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരുമിച്ച് കിട്ടും, അവർക്ക് 1 ലക്ഷം കിട്ടും, നമുക്ക് 30,000 ഒരു മാസം കൊണ്ടേ കിട്ടത്തുള്ളായിരിക്കും. കാര്യം ശരി, എന്തായാലും നമുക്ക് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, നമ്മുടെ നാട്ടിൽ കിടക്കുകയും ചെയ്യും. അതാണ് പുതിയ യുവാക്കളായ ഇത് ഇത്തരം ഒരു സംരംഭത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ആരും അതിന് താല്പര്യപ്പെടത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. അതിലൊരു സന്ദേശം, നമ്മളിപ്പോൾ ഒരാൾ വന്ന് സംശയം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാമെന്നുള്ളതായിരിക്കും ആദ്യം. ഏറ്റവും കൂടുതൽ ഇത്രയും വന്നാൽ എത്ര രൂപ നമുക്ക് ലാഭം കിട്ടും. മറ്റു പലരും വന്ന് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടാണോ തുടങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, 2 പണിക്കാരെ കൂടി ഇട്ടാൽ നമ്മൾ കുറച്ച് പൈസ മുടക്കിയിട്ട് തൊഴുത്തും പണിഞ്ഞ് കുറച്ച് പൈസയും മുടക്കി ഇട്ട് കഴിഞ്ഞാൽ 2 ജോലിക്കാർ ഇത് തന്നെ പറയുമ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളെ 2 പേരെ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് അത് കിട്ടുന്ന ലാഭമാണ്. അപ്പോൾ ഇതാ പറയുന്നത്. അതല്ലെന്നുണ്ട് ഒരു പശുവിനകത്ത് നിന്ന് ഇപ്പം ഒരു 200 രൂപ ദിവസം ലാഭം കിട്ടുന്നു. അത് ഞാൻ ഒരു ഉദ്ദേശ കണക്കാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഒരു 10 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2000 രൂപ ലാഭം കിട്ടുന്നു. അതാ ഒരാളിന്റെ കണക്ക് കൂട്ടല്. അത് ഒരു ദിവസം 2000 ആകുമ്പോഴത്തേക്ക് ഒരു മാസം ആകുമ്പോഴത്തേക്ക് എത്ര രൂപയാവും? 6000 രൂപയാവത്തില്ല? 60,000 രൂപയാവില്ല. അത് തന്നെ 60,000 രൂപ. ഇതിനകത്തൊരു 15,000 രൂപ വെച്ച് 2 പണിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 30,000 രൂപ ലാഭം. പക്ഷെ അതൊരു കാര്യമുണ്ട്, 1 മാസമോ 2 മാസമോ 3 മാസമോ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ലാഭം കുറയും. അപ്പൊ പശുവിന് തീറ്റ കൊടുക്കാൻ കാണത്തില്ല. അപ്പൊ അത് അന്നേരമാണ് ഇതെല്ലാം നഷ്ടമാകുമ്പോൾ എല്ലാം കൂടെ കളഞ്ഞിട്ട് ഒരു പോക്കിന് പോകും. ഒരു സ്ഥിരത അതിന് ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 4 5 പശുവിനെ വളർത്തുക ആദ്യം. അത് കഴിഞ്ഞപ്പോൾ 1 മാസം കഴിയുമ്പോഴത്തേക്ക് 1 കൂടെ ആക്കുക, അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് 1 കൂടെ ആക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കുറച്ച് ഇച്ചിരി പാടാണ്. ആദ്യമൊക്കെ നമ്മളെല്ലാം 1 2 ഒക്കെ വളർത്തിയെങ്കിലേ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര വിലയായി ഇപ്പോൾ പശുവിന്. അന്ന് പിന്നെ അതുപോലെ ഇല്ലാത്ത രോഗങ്ങളെല്ലാം നമ്മൾ ഈ കോവിഡും നിപ്പ അതും ഇതുമൊക്കെ നമുക്ക് വന്നതുപോലെ ഈ പശുക്കൾക്കും മറ്റു പല പ്രശ്നങ്ങളുണ്ടാകും. അത് എന്തുവാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. പിന്നെ ഡോക്ടർമാരെ വിളിച്ച് അവർ വന്ന് ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം പോകും. അപ്പോഴത്തെ ചിലപ്പോൾ അതിൻ്റെ ജീവൻ പോകാൻ സമയം. അങ്ങനെയൊക്കെ
നമ്മുടെ നാടൻ ഇനമല്ലേ? നമ്മുടെ വ്യത്യസ്ത ജയിച്ച് ചേർന്നുള്ള അവരെണ്ണം ഉണ്ട് ഗിയർ, അത് ഭയങ്കര അതപ്പുറത്താണ്. ബാക്കിയെല്ലാം നമ്മുടെ പുറത്തുനിന്ന്. എന്തായാലും വളരെ സന്തോഷം. അജിത് കുമാർ എന്ന മിടുമിടുക്കനായ കർഷകൻ എന്ന് ഞാൻ പറയുന്നില്ല, അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. എപ്പോഴും ഓർത്തിരിക്കണം, നമ്മുടെ കേരളത്തിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ലാഭം കിട്ടും, ഏത് കാര്യത്തിലും എന്ത് ലാഭം കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിദേശത്ത് പോകുന്നതും MBBS പഠിപ്പിക്കുന്നതും എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നതും എല്ലാം നമുക്ക് വലിയ വലിയ പൈസ കിട്ടണം, വലിയ തലത്തിലേക്ക് കുഞ്ഞുങ്ങൾ ജീവിക്കണമെന്ന് തോന്നണം. അതൊക്കെ ഇനി മാറ്റപ്പെടേണ്ട സമയം കഴിഞ്ഞു. ഇതേ കുഞ്ഞുങ്ങൾ വിദേശത്ത് എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഈ മാതാപിതാക്കൾ എപ്പോഴും ചിന്തിക്കണം. ഇത്തരത്തിൽ പിള്ളേരെ ബൂസ്റ്റ് ചെയ്യരുത്. എന്ത് പണി ചെയ്യാനും അവരെ പഠിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് വരണം. കാരണം ഇന്ന് മഹായുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാളെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് ജോലിയും ചെയ്യാൻ ഇപ്പോഴത്തെ അജിത്തിനെ പോലെ ഉള്ള ആളുകളെ മാതൃകയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്